പ്രിയ വിദ്യാർത്ഥികളെ, നമ്മളിന്ന് ചർച്ച ചെയ്യുന്നത് ദ വേൾഡ് ഓഫ് ഹ്യൂമർ എന്ന വളരെ രസകരമായ ഒരു പാഠമാണ്. തമാശകൾ എല്ലാവർക്കും ഇഷ്ടമാണ്. പ്രശസ്തരായ വ്യക്തികളുടെ ജീവിതത്തിലെ തമാശ നിറഞ്ഞ സംഭവങ്ങളാണ് ഈ പാഠത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്കീ കഥകളുടെ ഒരു സംക്ഷിപ്ത രൂപം, ഷോർട്ട് സമ്മറി, ആദ്യം നോക്കാം. ഈ പാഠത്തിൽ പ്രധാനമായും 4 പ്രശസ്ത വ്യക്തികളുടെ തമാശ നിറഞ്ഞ ജീവിത സന്ദർഭങ്ങളാണ് നൽകിയിട്ടുള്ളത്. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ, ആർതർ കോനൻ ഡോയൽ, മാർക്ക് ട്വീൻ, ആൽബർട്ട് ഐൻസ്റ്റീൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ ഓരോ ദിവസവും പത്രത്തിലെ ചരമപേജിൽ തന്റെ പേരുണ്ടോ എന്ന് നോക്കുകയും പേരില്ലെങ്കിൽ മാത്രം ഉറക്കമുണർന്ന് എഴുന്നേൽക്കുകയും ചെയ്യുമായിരുന്നു. ആർതർ കോനൻ ഡോയൽ ഒരിക്കൽ പാരീസിൽ വെച്ച് അദ്ദേഹം ഒരു ടാക്സി വിളിച്ചു. ടാക്സി ഡ്രൈവർ അദ്ദേഹത്തിന്റെ പേര് തിരിച്ചറിഞ്ഞപ്പോൾ കോനൻ ഡോയൽ അത്ഭുതപ്പെട്ടു. പത്രവാർത്ത, ഇംഗ്ലീഷ് ട്വീറ്റ് സ്യൂട്ട് എന്നിവ കണ്ടാണ് തിരിച്ചറിഞ്ഞതെന്ന് ഡ്രൈവർ പറഞ്ഞു. എന്നാൽ ഡ്രൈവർ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന്റെ ലഗേജിലെ പേര് കണ്ടാണ് പേര് മനസ്സിലാക്കിയത്. മാർക്ക് ട്വെയിൻ ട്രെയിൻ യാത്രയ്ക്കിടെ താൻ നല്ല ഉറക്കക്കാരനായതുകൊണ്ട് ദിജോണിലെത്തുമ്പോൾ നിർബന്ധമായും തന്നെ ട്രെയിനിൽ നിന്ന് ഇറക്കിവിടണമെന്ന് അദ്ദേഹം കണ്ടക്ടറോട് ആവശ്യപ്പെട്ടു. എന്നാൽ മാർക്ക് ട്വെയിൻ ഉണർന്നപ്പോൾ ട്രെയിൻ പാരീസിലെത്തിയിരുന്നു. ദേഷ്യപ്പെട്ട എഴുത്തുകാരൻ കണ്ടക്ടറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്നു പറഞ്ഞു, "എന്റെ ജീവിതത്തിൽ ഇന്നുവരെ എനിക്ക് ഇത്രയുമധികം ദേഷ്യം വന്നിട്ടില്ല." കണ്ടക്ടർ ശാന്തമായി അദ്ദേഹത്തെ നോക്കി. "ദിജോണിൽ വെച്ച് ഞാൻ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ അമേരിക്കക്കാരനോളം ദേഷ്യം നിങ്ങൾക്കില്ലല്ലോ" എന്ന് കണ്ടക്ടർ മറുപടി നൽകി. ഇവിടെ കണ്ടക്ടർ തെറ്റി മറ്റൊരാളെയാണ് ഇറക്കിവിട്ടതെന്ന് സൂചിപ്പിക്കുന്നു. ആൽബർട്ട് ഐൻസ്റ്റീൻ ഐൻസ്റ്റീൻ വളരെ വൈകിയാണ് സംസാരിച്ചു തുടങ്ങിയത്. മാതാപിതാക്കൾക്ക് അദ്ദേഹത്തിന്റെ മാനസിക വളർച്ചയെക്കുറിച്ച് ആശങ്കയുണ്ടായിരുന്നു. ഒടുവിലൊരു രാത്രി അത്താഴസമയത്ത് സൂപ്പിന് ചൂട് കൂടുതലാണ് എന്നു പറഞ്ഞ് അദ്ദേഹം മൗനം ഭഞ്ജിച്ചു. ഇത്രയും കാലം എന്തുകൊണ്ടാണ് സംസാരിക്കാതിരുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഇന്നുവരെ എല്ലാം ശരിയായിരുന്നു, അതുകൊണ്ടാണ് എന്നദ്ദേഹം മറുപടി നൽകി. ഇനി പ്രധാനമായ 2 കഥകളുടെ പൂർണ്ണമായ പരിഭാഷ നോക്കാം. കഥ 1, ആർതർ കോനൻ ഡോയലും ടാക്സി ഡ്രൈവറും. കുറ്റാന്വേഷണ കഥകളുടെ പ്രസിദ്ധനായ എഴുത്തുകാരനായ ആർതർ കോനൻ ഡോയൽ ഒരിക്കൽ പാരീസ് സന്ദർശിച്ചു. അദ്ദേഹം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഒരു ഹോട്ടലിലേക്ക് പോകാനായി ഒരു ടാക്സി വിളിച്ചു. "ഏത് ഹോട്ടലിലേക്ക് പോകണം, മിസ്റ്റർ കോനൻ ഡോയൽ?" എന്ന് ടാക്സി ഡ്രൈവർ ചോദിച്ചു. എഴുത്തുകാരൻ അമ്പരന്നുപോയി. "എന്റെ പേര് നിങ്ങൾക്കെങ്ങനെ അറിയാം?" അദ്ദേഹം ചോദിച്ചു. "അത് ലളിതമാണ്," ഡ്രൈവർ പറഞ്ഞു. "നിങ്ങൾ ഈ ആഴ്ച പാരീസ് സന്ദർശിക്കാൻ സാധ്യതയുണ്ടെന്ന് ഞാൻ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വായിച്ചിരുന്നു. പിന്നെ നിങ്ങളുടെ സ്യൂട്ട് നല്ല ഇംഗ്ലീഷ് ട്വീഡ് കൊണ്ടുണ്ടാക്കിയതാണെന്നും ഞാൻ ശ്രദ്ധിച്ചു." "അത്ഭുതം," കോനൻ ഡോയൽ പറഞ്ഞു. "നിങ്ങളൊരു ജന്മനാ ഡിറ്റക്റ്റീവാണ്, കുറ്റാന്വേഷണക്കാരൻ ആണെന്ന് പറഞ്ഞു." "നന്ദി സർ," ടാക്സി ഡ്രൈവർ മറുപടി പറഞ്ഞു. "എന്നാൽ ഞാനൊരു നല്ല ഡിറ്റക്റ്റീവാണെന്ന് എനിക്ക് തോന്നുന്നില്ല." "നിങ്ങൾ അങ്ങനെ പറയാൻ കാരണമെന്താണ്?" കോനൻ ഡോയൽ ചോദിച്ചു. "സർ, നിങ്ങൾ കണ്ടില്ലേ, നിങ്ങളുടെ പേര് നിങ്ങളുടെ ലഗേജിൽ എഴുതിവച്ചിട്ടുണ്ട്." കഥ 2, മാർക്ക് ട്വെയിനും ട്രെയിൻ കണ്ടക്ടറും. പ്രശസ്ത അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വെയിൻ ഒരിക്കൽ ഫ്രാൻസിൽ യാത്ര ചെയ്യുകയായിരുന്നു. ഒരിക്കൽ അദ്ദേഹം ട്രെയിനിൽ ദിജോണിലേക്ക് പോവുകയായിരുന്നു. ആ ഉച്ചയ്ക്ക് അദ്ദേഹം നന്നായി ക്ഷീണിച്ചിരുന്നതിനാൽ ഉറങ്ങാൻ ആഗ്രഹിച്ചു. അതുകൊണ്ട് ട്രെയിൻ ദിജോണിലെത്തുമ്പോൾ തന്നെ വിളിച്ചുണർത്തണമെന്ന് അദ്ദേഹം കണ്ടക്ടറോട് ആവശ്യപ്പെട്ടു. താൻ നല്ല ഉറക്കക്കാരനാണെന്നും വിളിച്ചുണർത്താൻ ശ്രമിക്കുമ്പോൾ ഉറക്കി എതിർക്കാൻ സാധ്യതയുണ്ടെന്നും അദ്ദേഹം കണ്ടക്ടറോട് വിശദീകരിച്ചു. "എന്നാൽ അതൊന്നും കാര്യമാക്കരുത്, നിങ്ങൾ എങ്ങനെയെങ്കിലും എന്നെ ട്രെയിനിൽ നിന്ന് പുറത്താക്കണം." മാർക്ക് ട്വെയിൻ ഉണർന്നപ്പോൾ ട്രെയിൻ പാരീസിലെത്തിയിരുന്നു. ദേഷ്യപ്പെട്ട എഴുത്തുകാരൻ കണ്ടക്ടറിന്റെ അടുത്തേക്ക് ഓടിച്ചെന്ന് പറഞ്ഞു, "എന്റെ ജീവിതത്തിൽ ഇന്നുവരെ എനിക്കിത്രയുമധികം ദേഷ്യം വന്നിട്ടില്ല." കണ്ടക്ടർ ശാന്തമായി അദ്ദേഹത്തെ നോക്കി. "ദിജോണിൽ വെച്ച് ഞാൻ ട്രെയിനിൽ നിന്ന് പുറത്താക്കിയ അമേരിക്കക്കാരനോളം ദേഷ്യം നിങ്ങൾക്കില്ലല്ലോ" എന്ന് കണ്ടക്ടർ മറുപടി നൽകി. ഇനി ഈ കഥകളിൽ തമാശ നിറഞ്ഞ സന്ദർഭങ്ങളുള്ള പ്രശസ്ത വ്യക്തികളെക്കുറിച്ച് ചുരുക്കത്തിലറിയാം. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്ഥാപക നേതാക്കളിൽ ഒരാളാണ്. എഴുത്തുകാരൻ, രാഷ്ട്രീയക്കാരൻ, ശാസ്ത്രജ്ഞൻ, കണ്ടുപിടുത്തക്കാരൻ എന്നിങ്ങനെ പ്രശസ്തനായ അദ്ദേഹമാണ്. സർ ആർതർ കോനൻ ഡോയൽ ലോകപ്രസിദ്ധനായ സ്കോട്ടിഷ് എഴുത്തുകാരനാണ്. ഇദ്ദേഹമാണ് ലോകത്തിലെ ഏറ്റവും പ്രശസ്തനായ സാങ്കല്പിക ഡിറ്റക്റ്റീവായ ഷെർലക് ഹോംസിന്റെ സ്രഷ്ടാവ്. മാർക്ക് ട്വെയിൻ വിഖ്യാതനായ അമേരിക്കൻ എഴുത്തുകാരനും ഹാസ്യകാരനുമാണ്. അദ്ദേഹത്തിന്റെ പ്രസിദ്ധമായ നോവലുകളാണ് ദ അഡ്വഞ്ചേഴ്സ് ഓഫ് ടോം സോയർ, അഡ്വഞ്ചേഴ്സ് ഓഫ് ഹക്കിൾബറി ഫിൻ എന്നിവ. ആൽബർട്ട് ഐൻസ്റ്റീൻ
എക്കാലത്തെയും മഹാനായ ഭൗതികശാസ്ത്രജ്ഞരിൽ ഒരാളാണ്. ആപേക്ഷികത സിദ്ധാന്തം E=mc² എന്ന സമവാക്യം എന്നിവയിലൂടെ അദ്ദേഹം പ്രശസ്തനാണ്. 1921 ഭൗതികശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചു. ഇന്നത്തെ നമ്മുടെ ക്ലാസ് നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുന്നു. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം. ബൈ.